ഇപ്പം നമ്മൾ കേരള രാഷ്ട്രീയത്തിലെ സ്ഥിതി എടുത്ത് നോക്കിയാൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മളെ തുളസീദാസിൻ്റെ പഴയ കാലത്തെ സിനിമയിലെ ക്ലൈമാക്സ് ആണ്. എന്ന് പറഞ്ഞാൽ ഇല്ല, കല്യാണ വീട്ടിലൊക്കെ അടി നടക്കുന്നൊരു രംഗമുണ്ടല്ലോ, അതുപോലെ പൊരിഞ്ഞ സംഗതി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തർ അങ്ങോട്ട് ചാടുന്നു, ഇങ്ങോട്ട് ചാടുന്നു, മറിച്ച് ചാടുന്നു, പിൻവലിക്കുന്നു, മത്സരിക്കാനൊരുങ്ങുന്നു, ചാടുന്നു, കയറുന്നു. എല്ലാം ഒന്ന് ശാന്തമാകാൻ കുറഞ്ഞത് ഒരു 72 മണിക്കൂറെങ്കിലും വേണ്ടി വരും എന്നുള്ളതാണ്. അത്രമേൽ അധികാരത്തോടെ അലച്ചിലും ആർത്തിയും ആവേശവും ബഹളവുമൊക്കെ ആയിപ്പോയി സർവത്ര. കുറച്ച് പേർ പാർട്ടി വിടുന്നു, കുറച്ച് പേർ വീർത്തി പാടുന്നു എന്ന് വേണ്ട എന്തൊക്കെയോ ചെയ്തു കൂട്ടുകയാണ് എല്ലാവരും. ഈ കേന്ദ്ര നേതൃത്വവും പാർട്ടി നേതൃത്വങ്ങളെല്ലാം കൈവിട്ട നിലയിലാണ്. അതിൽ തന്നെ BJPയുടെ ഒരു സ്ഥിതി എന്താണെന്ന് വെച്ചാൽ, എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാനുള്ളത്, നുള്ളിപ്പറക്കുമ്പോൾ ഈ ഒരു ഉപയോഗവുമില്ലാതെ തള്ളിവിടുന്നതിനെ മാത്രം പറക്കാതെ കൊള്ളാവുന്ന 5-6 പേരെ കൂടി പറക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എണ്ണം മാത്രമേ ഉണ്ടാവൂ, താഴോട്ട് വണ്ണവും വേരും ഒട്ടും കിട്ടൂല. കരുനാഗപ്പള്ളി എന്നൊക്കെ പോയത് കണ്ട് പറഞ്ഞതാണ്. അതൊക്കെ പിന്നീട് വിശദമായിട്ട് പറയാം. ഏതായാലും ഇപ്പോൾ അങ്ങനെ നടക്കുകയാണ്. നിങ്ങൾ തന്നെ ചോദിച്ച് ബാബു ഏത് പാർട്ടിയില്ല, മുകുന്ദൻ ഏത് പാർട്ടിയില്ല, തങ്കപ്പൻ ഏത് പാർട്ടിയില്ല, ചെല്ലപ്പൻ ഏത് പാർട്ടിയില്ല, കോമളൻ ഏത് പാർട്ടിയില്ല എന്ന് ചോദിച്ചാൽ ഒന്നും അറിയാൻ വയ്യാത്തൊരു സ്ഥിതിയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാളിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചാടുകയാണ്. നാട്ടികയിലെ മുകുന്ദൻ ഒറ്റച്ചാട്ടത്തിന് കോൺഗ്രസ് ചാടി നോക്കി, ഡൽഹിയിൽ പോയി, അവിടെ പോയി, ഇവിടെ പോയി, എങ്ങൊന്നും ഒരു അനുകൂലമായ സംഗതി കിട്ടിയില്ല. അടുത്ത ചാട്ടം പുള്ളി BJP ചാടി അവിടെ ഇരിക്കുന്നു. ഇതിനിടയിൽ നമ്മുടെ റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ അനലിസ്റ്റ് ആൻഡ് ആക്ടിവിറ്റിസ്റ്റ് ആൻഡ് സൂപ്പർലൈറ്റീവ് ഡിഗ്രി ഓഫ് ഇന്ത്യ, അദ്ദേഹവും ചാടി ഏതാണ്ടിലൊന്ന് പിടിച്ചു. കുണ്ടറ ജോണിയുടെ മകൻ ചാടുന്നു, താമല്ലാക്കൽ താമരാക്ഷിയുടെ മകൾ വേറൊരു പാർട്ടിയിൽ ചേരുന്നു എന്ന് വേണ്ട ആകപ്പാടൊരു പൊടിപുകിലുമാണ് നടക്കുന്നത്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമത്തിൽ നിന്ന് രാഹുൽ ഈശ്വർ എങ്ങാണ്ടോട്ട് ചാടി, അദ്ദേഹം ഇവിടുത്തെ സ്ഥാനാർത്ഥിയാണെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ സരിനും നമ്മുടെ മുട്ടയടിച്ച ലതിക സുഭാഷി ചേച്ചിയൊക്കെ ഒരിടത്തിരുന്ന് അവർ ഈ ധാർമ്മികതയും അതുപോലെയുള്ള സംഗതികളും പുരോഗമനവും ഒക്കെ പുലമ്പുന്നു. ഓരോന്നും എടുക്കാം, എന്നാൽ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം ഞാനിപ്പോൾ ഈ തുളസീദാസിൻ്റെ സിനിമയിൽ പോലെ പറഞ്ഞത്. നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യുക. ഇതിനിടയ്ക്ക് ബാബു ദിവാരൻ രാജിവെച്ചു. ഏത് ബാബു ദിവാരനാ? ആ ബാബു ദിവാരൻ അങ്ങനെ ഉണ്ടെന്നുള്ളത് രാജിവെച്ച് കഴിഞ്ഞപ്പോഴാണ് എല്ലാവരും അറിഞ്ഞത്. അങ്ങനെ അറിഞ്ഞെന്ന് മാത്രമല്ല, ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കേരളം ഭരിക്കാനിറങ്ങിയ ജെട്ടിയുടെ മോലാളി നമ്മുടെ സാബു ജേക്കബിൻ്റെ കുന്നത്തുനാട് പോയി മത്സരിക്കുന്നു. ഇതിനേക്കാൾ നല്ലത് സാബു ജേക്കബിന് അദ്ദേഹത്തിൻ്റെ ഫാക്ടറിയിൽ ജോലി ചെയ്യുന്ന ഏതെങ്കിലും ബംഗാളിയെ മത്സരിപ്പിച്ചുകൂടായിരുന്നു. പുള്ളി എന്തൊക്കെ വാചകങ്ങൾ അടിച്ചതിന്, എന്തൊരു ഉളിപ്പും ജാള്യതയില്ലാതെ ഒന്നെങ്കിൽ കച്ചവടം നടത്തുന്ന ഒരു കച്ചവടം നടത്തണം, അതല്ല രാഷ്ട്രീയ പ്രവർത്തനത്തിനിറങ്ങി അങ്ങനെ ഇറങ്ങണം. ഇറങ്ങി നിന്ന് ഭയങ്കരമായിട്ട് പ്രസംഗിച്ച് മതേതരത്വവും കോൺഗ്രസിനെയും CPMനെയും BJPയെയും എല്ലാം ചീത്ത പറഞ്ഞ് പുള്ളി അരിയും പഞ്ചാരയും മണ്ണെണ്ണയും കൊടുത്ത് പാർട്ടിയെല്ലാം ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ബാബു ദിവാരനെ കൊണ്ടുവന്ന് അവിടെ നിർത്തിയേക്കുന്നത്. എന്തോ എടുത്തോണ്ടോടാനാ ബാബു ദിവാരനെ കൊണ്ട് നിർത്തുന്നത്? അവിടെ എങ്ങും ഒരാളിനെയും കിട്ടിയില്ലയോ? എന്തൊരു കഷ്ടമാണ് നോക്കണേ. സത്യം പറഞ്ഞാൽ ഇപ്രാവശ്യത്തെ കോമഡിയിൽ ഏറ്റവും മികച്ച കോമഡി ബാബു ദിവാകരൻ്റെ കുന്നത്തുനാടാണ്. സാബു ജേക്കബിൻ്റെ ഏതെങ്കിലും പറ്റുന്ന ഒരു ഉൽപ്പന്നത്തിൻ്റെ ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നെങ്കിൽ സംഗതി ഗംഭീരമായനെ. അപ്പോൾ ബാക്കിയുള്ള സംഗതികളും കലക്കും ഇളക്കും മറിക്കും ഒക്കെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിൻ്റെ അന്തിമ ഫലം അറിയാൻ ഞാൻ പറഞ്ഞത് 72 മണിക്കൂറൂടെ കാത്തിരുന്നിട്ട് നമുക്ക് തിരിച്ചു വന്ന് ഓരോന്നോരായിട്ട് എടുക്കാം. അതുവരെ എല്ലാം എവിടെയെങ്കിലുമൊക്കെ ഒന്ന് എത്തിപ്പെട്ട് നിൽക്കട്ടെ. കാരണം ഇത് വായിച്ച് നോക്കിയിട്ടും തല കറങ്ങുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ചാട്ടം നടക്കുകയാണ്. അതിനിടയിലാണ് വളരെ പിന്നെ ഇടയ്ക്ക് അങ്ങോട്ട് ജോബ് വിടുന്നെന്ന് പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചാലാണ്ട് ജോലി വിട്ടതാണ്. അങ്ങനല്ല, അത് ആലപ്പുഴയിലെ നേതാവാണ്. അദ്ദേഹം സുഡാനിൽ നിന്ന് വിടാൻ പോകുന്നെന്ന് പറയുന്നിട്ട്. എന്തായാലും അങ്ങനത്തെ സ്ഥിതിയിലാണ് കാര്യങ്ങൾ കിടക്കുന്നത്. ഒന്ന് കലങ്ങി മറിയട്ടെ. ഇലക്ഷൻ കമ്മീഷനും ഇത് പെട്ടെന്ന് തന്നെ അങ്ങ് മൂട്ടി തീയിടുന്ന പോലെ തീ വെച്ചു കൊടുത്തുകൊണ്ടാണ് ഇത്രയും പുകിലും ചാട്ടവും പെട്ടെന്ന് കാണുന്നത്. ഇല്ലെങ്കിൽ സ്വസ്ഥമായിട്ട് നമുക്ക് വാർത്തയൊക്കെ വായിക്കാമായിരുന്നു. കഷ്ടം.